ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ വ്ലോഗ് ഞങ്ങളുടെ ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണേ. രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. ലൂക്കാച്ചൻ ഇത്ര നേരമൊന്നും കിടന്നുറങ്ങാറില്ല. ഇന്നെന്താ അറിയില്ല, ഇച്ചിരി അധികം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ എഴുന്നേൽക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ എഴുന്നേൽക്കുവേ. കുറച്ചധികം നേരത്തെ ഞാൻ എഴുന്നേൽക്കും. എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. വർക്കൗട്ടും രാവിലത്തെ ഫ്രഷ് ആവലൊക്കെ നടക്കണമെങ്കിൽ ഇവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ പല്ല് തേക്കാൻ വരെ എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. രാവിലെ ഈ കൊഞ്ചക്കവും സ്നേഹപ്രകടനവും ഒക്കെ നിർബന്ധമാണേ. ലൂക്കാച്ചൻ ഞങ്ങളുടെ കൂടെയല്ല കിടക്കുന്നത്. അപ്പം അവൻ വരുമ്പോൾ അവനെ എടുക്കുകയും അവനെ കൊഞ്ചിക്കുകയും അതുപോലെ അവളെ സ്നേഹിക്കുകയും ഒക്കെ അവനും കാണണം. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് പോകും. മഴയില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മുറ്റത്തിറങ്ങുകയെ. ചില സമയത്ത് നമ്മുടെ പീക്കോക്ക് ഉണ്ടല്ലോ, അതൊക്കെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ മുറ്റത്തൂടെയൊക്കെ പോകുന്നത് കാണാം. മഴ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഇപ്പോൾ ഒത്തിരി പക്ഷികളും ഇങ്ങനെ മുറ്റത്ത് വന്നൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വന്നേ. ഒരു 5 മിനിറ്റ് നിന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് മഴ വന്നു. ഇപ്പം മഴ എപ്പോൾ വരുന്നോ എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചില സമയത്ത് വെയിൽ വരുന്നേം കാണാം, അപ്പം തന്നെ മഴ പെയ്യുന്നേം കാണാം. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇസക്കുട്ടിയുടെ ഡയപ്പറും ഡ്രസ്സെല്ലാം മാറ്റുവേ. രാത്രി റോംബർ ഇട്ടാണ് കിടത്തുന്നത്. തണുപ്പായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡ്രസ്സ് മാറ്റി ഡയപ്പറെല്ലാം ചേഞ്ച് ചെയ്യും. രാത്രി ഞാൻ ചില സമയത്ത് 1-2 തവണ ഡയപ്പർ ചേഞ്ച് ചെയ്യുവേ. ഡയപ്പറിൻ്റെ ഇതനുസരിച്ചിട്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ അത് മാറ്റും. ഞാൻ ഹഗ്ഗീസിൻ്റെ ഡയപ്പറാണ് കേട്ടോ ഇസക്കുട്ടിക്ക് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര നല്ലൊരു ഡയപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലീക്കേജും ഇല്ല, നന്നായിട്ടത് അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. നല്ലൊരു ഡയപ്പറാണ്. ഇവിടെ കുളിപ്പിക്കുന്നതൊക്കെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണേ. ഭയങ്കര മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഒരു 11 മണി 11:30 എനിക്ക് മഴയൊക്കെ കാണുമ്പോൾ എനിക്ക് കുളിക്കാൻ തന്നെ മടിയാണ്. അപ്പോൾ അവളെ കുളിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അതൊരു മടി. അതുകൊണ്ട് അങ്ങനെ കുറച്ച് താമസിച്ചൊക്കെയാണ് അവളെ കുളിപ്പിക്കുക. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്, ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. അയ്യോ, ഒന്നും പറയണ്ട. എത്ര പുറകെ നടക്കണമെന്നറിയാമോ ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട്? എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ബ്രഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ചില സമയത്ത് അവൻ തന്നെ ബ്രഷ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ എടുത്തിട്ട് വായിലിങ്ങനെ ബ്രഷ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്ന കാണാം. പിന്നെ ബ്രഷും കാണില്ല, അവനെയും കാണില്ല. ബ്രഷ് ഒരിടത്ത് കാണും, അവൻ ഒരിടത്ത് കാണും. പിന്നെ കുറേ നേരം ഇങ്ങനെ പുറകെ നടന്ന് ഒരു 1/4 മണിക്കൂർ എടുക്കും അവൻ്റെ ആ കുഞ്ഞിപ്പല്ലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണേ. ഇത് ഞാൻ ലൂക്കാച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ദോശയാണ്. ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട്, പിന്നെ ഇന്ന് പാൽ കുടിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് ഇച്ചിരി പാലും തിളപ്പിച്ചു. അവനെ ഫുഡ് കഴിപ്പിക്കാൻ വലിയ പ്രശ്നമില്ല. ചില സമയത്തേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ കഴിച്ചോളും. പുട്ട്, ഉപ്പുമാവ്, ദോശ, ഇഡലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടം എനിക്ക് തോന്നുന്നു ഉപ്പുമാവാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വന്ന് പറയും ഉപ്പുമാവ് 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 എന്ന്. അപ്പോൾ ഇടയ്ക്ക് മമ്മി ഇങ്ങനെ ആക്കി കൊടുക്കും, ഉപ്പുമാവ് ആക്കി കൊടുക്കും. അവനിപ്പോൾ ഉപ്പുമാവിനോടാണെന്ന് തോന്നുന്നു താല്പര്യം. ഇസയ്ക്ക് ഇപ്പോൾ ഫുഡൊക്കെ കാണുമ്പോഴത്തേക്കും അത് വേണം, അത് പിടിക്കണം, തൊടണം, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ ദോശ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഇച്ചിരി ബഹളമാണ്. അപ്പം ഞാൻ പിന്നെ എടുത്ത് മടിയിലൊക്കെ ഇരുത്തി. മമ്മി ഇച്ചിരി ബിസിയായി, ഇല്ലേ മമ്മി അവളെ എടുത്തുകൊണ്ട് പോയേനെ. അല്ലെങ്കിൽ മമ്മി ലൂക്കാച്ചിന് ഫുഡ് കൊടുക്കും, ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഇപ്പം മമ്മി ഇച്ചിരി ബിസി ആയതുകൊണ്ട് എൻ്റെ കയ്യിലാണ്. അങ്ങനെ ലൂക്കാച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം അവളെ കളിപ്പിക്കണം. അത് കഴിഞ്ഞ് ഇനി അവളെ ഉറക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്.
ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സ്റ്റോറി ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി വായിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ഞാൻ അവളെയും കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബുക്ക് എടുത്തുകൊണ്ട് വന്നു അവന് സ്റ്റോറി വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോറി ബുക്കാണ്. ഒരു 4 4 5 ആയിട്ടുള്ളൊരു പാക്കാണ്. അതിന് 200 സംതിങ് ആണ് പ്രൈസ് വന്നേക്കുന്നത്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ, ആവശ്യമുള്ളവർ വാങ്ങിച്ചോ. അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളുടെ കളികളെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അവളെ ഉറക്കാൻ പോവാണേ. തൊട്ടി കിടത്തി അവളങ്ങനെ ഉറങ്ങില്ല. തൊട്ടിയിൽ ഉറക്കിയിട്ട് വേണം അവളെ തൊട്ടി കിടത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കയ്യിലിട്ട് ആട്ടിയിട്ട് ഞാൻ ഉറക്കിയിട്ട് തൊട്ടി കിടത്തും. ചില സമയത്ത് കയ്യിലിട്ട് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് തൊട്ടി കിടത്തിയാലും എഴുന്നേക്കും. ഇന്ന് അങ്ങനെ സംഭവിച്ചത്. കയ്യിലിട്ട് ഉറക്കി കിടത്തി തൊട്ടിലോട്ട് കിടത്തിയപ്പോഴത്തേക്കും അവൾ ഏറ്റു. കുറേ നേരം ഇങ്ങനെ തൊട്ടിയിൽ ആട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഉറങ്ങും. അങ്ങനെ അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ചുണ്ടും ഫേസ് ആണെങ്കിലും ബോഡിയുടെ ആണെങ്കിലും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലിപ് ബാം ഇട്ട് കൊടുക്കും, മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കും. ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരുമാതിരി ഒരു വലിഞ്ഞ് മുറുകിയ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇടയ്ക്കിടയ്ക്ക് ഇടും. ഞാൻ വിഷ് കെയറിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു ലിപ് ബാമാണ് അത്. അങ്ങനെ രാവിലത്തെ പിള്ളേരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദോശയും ചട്നിയും ഒരു കോഫി ഉണ്ടാക്കി. ഞാൻ ഇടയ്ക്ക് കോഫി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് കോഫി കുടിക്കാൻ തോന്നിയതുകൊണ്ട് ഇന്ന് കോഫി ഉണ്ടാക്കി. ചട്നി എനിക്ക് തേങ്ങാ ചട്നി ഉണ്ടല്ലോ, അതിനേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ചട്നി. ഇത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ചട്നി. ഒരു മീഡിയം സൈസിലുള്ളൊരു സവാളയും പിന്നെ 2 തക്കാളി, അത് അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി വന്നു കഴിയുമ്പം ഇങ്ങനെ തക്കാളി ഇച്ചിരി ഉടയുന്ന പരുവാകണേ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും പിന്നെ എരിവിനുള്ള മുളക് പൊടിയുണ്ടല്ലോ, അത് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് അതും കൂടി ഇടും. ഞാൻ ഇച്ചിരി എരിവ് കുറച്ച് ഇടും, അതാകുമ്പം ലൂക്കാച്ചനും കൂടെ കഴിക്കാമല്ലോ. പിന്നെ അതൊന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് കടുക് പൊട്ടിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നല്ലൊരു റെസിപ്പി അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു മോർണിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.